ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊജക്റ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ ധാരാളം ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 6 ടോപ്പിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. സോൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ നെയിം. അപ്പോൾ അതിൽ ചോദിക്കാവുന്നതാണ്. ഒന്നാമത്തെ ടോപ്പിക്ക് ദ എഫക്ട്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓൺ ഹോട്ടൽസ്, എ സ്റ്റഡി ഓൺ വയനാട്. പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, അങ്ങനെ പലതരത്തിലുള്ളത്. അവ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഹോട്ടൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഹോട്ടൽസിൻ്റെ ഇൻകത്തെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റഡി ഏരിയ ആയിട്ട് ഞാൻ വയനാടാണ് ചൂസ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് ഏത് ഏരിയ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, എ സ്റ്റഡി ഓൺ വയനാട്. നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുന്നത് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ പറ്റിയാണ്. അത് നമുക്കൊന്നെങ്കിൽ റൂറൽ ഏരിയ എടുക്കാം, അർബൺ ഏരിയ എടുക്കാം, അല്ലെങ്കിൽ റൂറൽ ഏരിയയും അർബൺ ഏരിയയും തമ്മിൽ കമ്പാരിസൺ കൂടി നടത്താവുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ടോപ്പിക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ടൂറിസം ഇൻഡസ്ട്രി, എ സ്റ്റഡി ഓൺ കേരള. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ടൂറിസം ഇൻഡസ്ട്രിയെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ലാൻഡ് സ്ലൈഡും ഫ്ലഡും അങ്ങനെ പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പോൾ അവ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ടൂറിസം ഇൻഡസ്ട്രീനെ ബാധിക്കുന്നത്? നെഗറ്റീവായിട്ടാണല്ലോ ബാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നത്. അടുത്ത നാലാമത്തെ നമ്മുടെ ടോപ്പിക്ക് കസ്റ്റമർ സർവീസ് ക്വാളിറ്റി അനാലിസിസ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കസ്റ്റമർ സർവീസ് ക്വാളിറ്റി അനാലിസിസ് ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു പകരം നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോഓപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ പലതരത്തിലുള്ള ബാങ്ക് എടുക്കാം. അത് നിങ്ങളുടെ സൗകര്യപ്രദം ഏത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 2 ബാങ്കിലെടുത്ത് അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയും നടത്താം. അടുത്ത ടോപ്പിക്ക് എ സ്റ്റഡി ഓൺ യൂട്യൂബേഴ്സ് ഇൻകം ആണ്. യൂട്യൂബേഴ്സിന് കിട്ടുന്ന ഇൻകത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുക. ഇന്ന് നമുക്കറിയാം ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പേർക്കായിരിക്കാം ഇൻകം കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഇൻകത്തെക്കുറിച്ച് ഒരു അനാലിസിസ് സ്റ്റഡി നടത്തുകയാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ആറാമത്തെ ടോപ്പിക്ക്. അത് യൂട്ടിലൈസിങ് ഇൻസ്റ്റഗ്രാം ഇൻ ദ ഗ്രോത്ത് ഓഫ് ബിസിനസ്. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ടുള്ളതാണ്. ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് പല ആളുകളും ബിസിനസ്സിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അധികം ആളുകളും ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനമാണ് ഈ ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 6 ടോപ്പിക്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മെസ്സേജ് അയയ്ക്കുക.